പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് നമ്മുടെ ഒരു ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ടീച്ചർക്ക് നിങ്ങൾ ആരാണ് പങ്കെടുക്കുന്നത് എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ പേര് ചേർക്കാൻ ആവശ്യപ്പെടാറില്ലേ? അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ആ കാര്യത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മീറ്റ് എന്ന ആപ്പ് തുറക്കുക. മീറ്റ് എന്ന ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിലെത്തും. ഇതിൽ താഴെ കാണുന്ന ഈ രാജേഷ് തെരൂർ ശില്പശാല എന്നുള്ള അതൊന്നും കാണില്ല. ന്യൂ മീറ്റിംഗ് ജോയിൻ വിത്ത് എ കോഡ് എന്നൊക്കെ കാണും. അതിൻ്റെ മുകളിൽ മീറ്റ് എന്ന് കാണും. വലത് ഭാഗത്ത് മീറ്റ് എന്ന് എഴുതിയതിൻ്റെ വലത് ഭാഗത്ത് മുകളിൽ ഒരു ഐക്കൺ കാണുന്നില്ലേ? ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി വരും. മെയിൽ ഐ ഡി വരുന്നത് ഇപ്പോൾ രാജേഷ് തെരൂർ എന്നുള്ള പേരാണ് കാണുന്നത്. ഗൂഗിൾ അക്കൗണ്ട് എന്ന് അവിടെ കാണാം. അപ്പോൾ അവിടെയുള്ള ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റിൽ ഏതാണോ മെയിൽ ആ മെയിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് പ്രത്യക്ഷപ്പെടും. ഈ പേജിൽ ഒന്നാമത്തേത് ഹോം എന്നാണ്, രണ്ടാമത്തേത് പേഴ്സണൽ ഇൻഫോ എന്നാണ്, പിന്നെ അതിന് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അവിടെ അതിൽ നെയിം എന്ന പേര് കാണുന്നില്ലേ? നെയിം രാജേഷ് തെരൂർ എന്നുള്ള പേര്. ഈ പേരാണ് സാധാരണ മീറ്റിങ്ങിൽ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അച്ഛൻ്റെ ഫോണാണെങ്കിൽ അച്ഛൻ്റെ പേരോ, അമ്മയുടെ പേരാണെങ്കിൽ അമ്മയുടെ പേരോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രക്ഷിതാവിൻ്റെ ഫോണിൻ്റെ പേരിലുള്ള പേരായിരിക്കും. അത് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേര് നെയിം എന്നുള്ള സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് പേരുള്ള പേജ്, എഡിറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ചെയ്ത് വരും. ഇതിൽ രാജേഷ് എന്നും തെരൂർ എന്നും രണ്ട് കള്ളിയിലായി ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിം നിങ്ങളുടെ പേരും ലാസ്റ്റ് നെയിം അച്ഛൻ്റെ പേരും കൊടുത്ത് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് പേര് നിങ്ങളുടെ പേരും സെക്കൻഡ് നെയിം അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ കൊടുത്തു വിടാം. ഇനി രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുടെ പേരും, ഇപ്പം നവനീത് ഡാഷൊന്നും വേണ്ട, നവനീത് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇപ്പോൾ എന്താണ് പേര്, നവ്യാന്നോ അങ്ങനെ എന്താണ് പേര്, രണ്ടാളെയും പേര് ചേർക്കാൻ പറ്റും. എത്ര പേര് വേണമെങ്കിലും അതിൽ ചേർക്കാൻ പറ്റും. പക്ഷേ അത് കഴിയുന്നതും ചേർക്കേണ്ടത് നിങ്ങൾ ആരുടെ പേരാണോ മീറ്റിങ്ങിൽ കാണേണ്ടത് അത് ആദ്യത്തേതിൽ വരണം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വരുമ്പോൾ ഫസ്റ്റിലത്തെ നെയിമല്ലേ കാണിക്കുക. അതുകൊണ്ട് ഈ പേജിൽ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ രാജേഷ് എന്നുള്ള പേര് ചേഞ്ച് ചെയ്ത് ഇവിടെ നമ്മൾ പിന്നെ എനിക്ക് വേണ്ട പേര് രാജേഷ് ഞാൻ മലയാളത്തിൽ എഴുതി. ഇംഗ്ലീഷിൽ എഴുതുന്നതിന് പകരം ഞാൻ മലയാളത്തിൽ എഴുതി രാജേഷ്. നിങ്ങളെ പേരാണെന്ന് ചേർക്കേണ്ടത്, നിങ്ങളുടെ പേര് ചേർക്കാം. തെരൂർ എന്ന് ഞാൻ മലയാളത്തിൽ എഴുതി. ഈ പേരാണ് എനിക്കെന്ത് ചെയ്യാം, എനിക്ക് ഈ മീറ്റിംഗ് എടുക്കുമ്പോൾ കിട്ടുക. ഈ പേര് ചെയ്തതിന് ശേഷം ഇതിന് താഴെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ആ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. സേവ് ചെയ്താൽ താഴെ വരും നിങ്ങളുടെ ഇത് സേവ് ചെയ്തിട്ടുണ്ട്, യു ക്യാൻ മെറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണും. അതൊക്കെ നോക്കണ്ട. അപ്പോൾ ഈ പേര് ഇനി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ പിന്നെ ടീച്ചർ കാണുന്ന വിധത്തിൽ വരും. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ഹാജരാകുന്നതിന് മുമ്പേ തന്നെ ഗൂഗിൾ മീറ്റിൽ കയറി ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ടീച്ചർക്ക് നിങ്ങൾ ആരാണ് പങ്കെടുത്തതെന്നും നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനും കഴിയും. ശരി, ഇനി അങ്ങനെ ചെയ്യല്ലോ. നന്ദി, നമസ്കാരം.